ഒരു പെൺകുട്ടി അപ്പോൾ ഇവിടെ അനാഥാലയത്തിൽ നിങ്ങളുടെ അന്തേവാസിയായിട്ടുള്ള കുട്ടി 18 വയസ്സ് പൂർത്തിയായി വിവാഹം കഴിക്കുമ്പോൾ അതിന്റെ ഒരു പ്രൊസീജിയർ എന്തായിരിക്കും? നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ കുട്ടികൾ നിൽക്കുന്ന അഞ്ചാലും കൂടെ ആഫ്റ്റർ കെയർ. അവിടെ ചെന്ന് എത്ര കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നു ഓരോരുത്തരുടെ കൂടെ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ജില്ലാ കളക്ടറുടെ വരെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വിവാഹം നടത്താൻ പാടുള്ളൂ. പുള്ളിക്കാരന് വിവരമില്ലാതെ പറയുന്നതാ. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തോ ചെയ്യണമെന്ന് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പൊ ജീവമാതയുടെ ഒരു പോസ്റ്റ് കണ്ട അത് അന്നേരം അത് വൈറലാവുക. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു യൂട്യൂബിനകത്തൊന്നും ഇത്രയും ഒരു വരുമാനം കിട്ടുമെന്ന് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കറിയുന്ന വെച്ചാൽ എന്റെ മോന്റെ അക്കൗണ്ട് നോക്കിയാൽ എന്റെ മോന് വന്ന പൈസ നല്ല ഗൾഫിൽ പോയാൽ പോലും ഇത്ര വരുമാനം കിട്ടത്തില്ല. അതേപോലെ യൂട്യൂബിൽ നിന്ന് എന്റെ മോന് വരുമാനം കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശക്തമായി വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളെയും പിന്തിരിയുന്ന അവസ്ഥകളിലേക്ക് മാറിയിട്ടുണ്ടോ? മാറി. ഞങ്ങൾക്ക് ഓണത്തിന് പോലും നേരത്തെ ഇഷ്ടംപോലെ അന്നദാനം ബുക്ക് ചെയ്ത ഓണത്തിന് എല്ലാ ദിവസവും ബുക്കിംഗ് ഫുള്ളായിരുന്നു. അടുത്ത മാസം സെപ്റ്റംബർ മാസം ഒരു ദിവസം പോലും നമുക്ക് അന്നദാനം ബുക്കിംഗ് ഇല്ല. തിരുവോണത്തിന് പോലും നമുക്കൊരാൾ അന്നദാനം ബുക്ക് ചെയ്തിട്ടില്ല. 10 വർഷം മുന്നേ ഒരാളെ റേപ്പ് ചെയ്യുന്ന കണ്ട് എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് ധൈര്യം വന്ന് ചോദിക്കുമ്പോൾ എന്നെ പേടിയാണ്. സുനന്ദ എന്ന് പറയുന്ന അവര് പറയുമ്പോൾ അവരൊരു ദിവസം വാടകയ്ക്ക് അവിടെ നിന്ന സമയത്ത് സ്ഥാപനത്തിൽ പോയപ്പോൾ എൻ്റെ ഒരു ബന്ധു അവിടുത്തെ ഒരു അമ്മയെ റേപ്പ് ചെയ്യുന്നത് കണ്ടെന്ന്. 2015 അവരത് കണ്ടെന്ന് പറഞ്ഞത് എപ്പോഴാണ്? 2025. കുത്താൻ കിട്ടിയ ഒരു അവസരം എന്തേലും പറഞ്ഞ് നാറ്റിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവരെല്ലാം അന്വേഷണത്തിന് വരുക. വന്ന് ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും. അമ്മമാരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനകത്തൊന്നും ഇല്ലെന്ന്. അതേപോലെ വന്ന പോലെ പോവുക. പക്ഷെ എന്നിട്ട് യൂട്യൂബർകാർ പറയുന്നത് പൈസ കൊടുത്തിട്ട് ഒതുക്കുക, പൈസ കൊടുത്ത് ഞാൻ അത്രയ്ക്ക് വലിയ കോടീശ്വരിയാണോ, കടത്തിന്റെ മണ്ടേ കടവ. ആ പുള്ളിക്കാരൻ പറയുക എനിക്ക് ഇവിടെ സ്ഥിരമായിട്ട് റേഷനറി കിട്ടിക്കൊണ്ടിരിക്കുവെന്ന്. എന്തോ ഒരു വിവരക്കേടാ പറയുന്നത്. ഈ സപ്ലൈ ഓഫീസിൽ ഞാൻ ഇന്നലെ പോയപ്പോൾ തിരക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ഇവിടെ നിന്ന് അരി കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാ സാർ ഇത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുക ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ അത്രയും ആൾക്കാർ പൊട്ടരാണോ ഈ വന്നവരെല്ലാം? ഈ യൂട്യൂബർകാരന് മാത്രമേ ഉള്ളൂ വിവരം. ഒരു മോന്റെ കാര്യം ഏതെങ്കിലും ഒരു അമ്മ കള്ളം പറയും, മരുമോക്ക് സൈഡ് ആരേലും നിൽക്കുമോ? ഇനി കോടിക്കണക്കിന് രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും മോനെ കൊന്ന ഒരുത്തിയുടെ കൂടെ അമ്മായിമ്മ നിൽക്കൂ. 2 പിള്ളാരെ ഇട്ടിട്ട് കാമുകന്റെ കൂടെ പോയി സ്ഥാപനം തുടങ്ങി വിജയിച്ചവരും ഉണ്ട്. മക്കളെ കളഞ്ഞിട്ട് ഈ സത്യത്തിൽ ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാരെയും വിളിച്ചിരുത്തും. അവർ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ട് അവർ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അവരിപ്പോ ഇന്നൊരു സാധനം തിന്നണമെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഈ മിറ്റത്തിരുന്ന് എല്ലാവരും കൂടെ റൗണ്ട് ആയിട്ടിരുന്നു എല്ലാ ഷാർജ ആയാലും ഷവർമ ആയാലും എല്ലാ സാധനവും ഒറ്റയ്ക്ക് കയറി വന്നതാണ്. അപ്പൊ ആ സമയത്ത് എൻ്റെ പുറകെ നടന്നവരൊക്കെ ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിധവകളായിട്ട് ജീവിക്കുന്നവർക്കറിയാം, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ജീവിക്കുന്നവർക്കറിയാം ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വിഷമം. ഈ പ്രശ്നം ഉണ്ടായപ്പം തകർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പറയുന്ന മൊത്തം നമ്മൾ ഓരോരുത്തർക്ക് പൈസ കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ഓൺലൈൻ ചാനൽ, നമ്മളെ ഒരു യൂട്യൂബ് ഒരാൾ ഇങ്ങനെ ചാത്തൻസ് വ്ലോഗ് എന്ന് പറയുന്ന പുള്ളിക്കാരി ഇവിടെ വന്ന് സത്യത്തിൽ നെഗറ്റീവ് ഇടാനാ വന്ന് ഇവിടെ വന്നു എല്ലാം കാണാനെ കൊണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് വഴി ഞാൻ എല്ലാ യൂട്യൂബർമാരെയും ക്ഷണിച്ചായിരുന്നു. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാ പുള്ളിക്കാരി ഇവിടെ വന്ന് അമ്മമാരോട് സംസാരിച്ചു, അമ്മമാരുടെ അടുത്തിരുന്നു. ഇവിടെ വന്ന് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി നമ്മൾ സത്യസന്ധതയാണ്. അതുകൊണ്ടാണ് നമുക്ക് സപ്പോർട്ടായിട്ട് ഇട്ടത്. ഉടനെ പുള്ളിക്കാരിക്ക് സത്യം പറയാലോ ഒരു രൂപ പോലും ഞാൻ വണ്ടിക്കൂലിക്ക് പോലും കൊടുത്തിട്ടില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത ആൾക്കാരെ എടുത്താൽ മതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസം മുന്നേ പത്തനംതിട്ട സബ് ജഡ്ജ് വന്ന് ഇതെല്ലാം അന്വേഷിക്കാനെ കൊണ്ട് അവിടെയൊക്കെ പരാതി കൊണ്ടു കൊടുത്തു. സാറ് വന്ന് അമ്മമാരോട് കൗൺസിലിങ്ങിൽ പോലും ഒരു റൂമിലിരുന്ന് അമ്മമാരോട് സംസാരിച്ചിട്ട് പോയിട്ട് സാർ ഇവിടെ വന്ന് നല്ലതാ എഴുതി വെച്ചിട്ട് ഇൻസ്പെക്ഷൻ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് പോയേക്കുന്നത്. നമ്മൾ ആർക്കും പൈസ കൊടുത്തിട്ടല്ല. അതേപോലെ അവര് സാമൂഹ്യനീതി വകുപ്പിൽ കൊണ്ട് പരാതി കൊടുത്ത് 4-5 വട്ടം അവിടുത്തെ മേഡം സാറുമാരും എല്ലാം കൂടി ഇവിടെ വന്നായിരുന്നു. അവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടാ പോകുന്നത്. അവര് കൊണ്ട് ക്രൈം ബ്രാഞ്ചിൽ കൊണ്ട് കൊടുത്തു, സ്പെഷ്യൽ ബ്രാഞ്ചിൽ കൊണ്ട് കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ട് കൊടുത്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവരെല്ലാം അന്വേഷണത്തിന് വരുക. വന്ന് ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും, അമ്മമാരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനകത്തൊന്നും ഇല്ലെന്ന്. അതേപോലെ വന്ന പോലെ പോവുക. പക്ഷെ എന്നിട്ട് യൂട്യൂബർകാർ പറയുന്നത് പൈസ കൊടുത്തിട്ട് ഒതുക്കുക, പൈസ കൊടുത്ത് ഞാൻ അത്രയ്ക്ക് വലിയ കോടീശ്വരിയാണോ, കടത്തിന്റെ മണ്ടേ കടവ. അവർ പറയുന്ന പൈസ കൊടുത്ത് ഒതുക്കുക. എന്നാൽ പിന്നെ പൈസ കൊടുത്ത് ഇത്രയും ഇത്രയും പൈസ എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ഥാപനത്തിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി നല്ല
സിറ്റിയിൽ അങ്ങനെ പോയി നല്ലൊരു ഫ്ലാറ്റോ എല്ലാം വെച്ചിട്ട് എനിക്ക് താമസിച്ചാൽ പോരായോ? എല്ലാത്തിനും അങ്ങ് പണം കൊടുക്കുക. അവരെല്ലാം പറയുന്നത് അതാ. എവിടുന്നാ? മറ്റൊരു ആരോപണം ഉണ്ടായത് താങ്കളുടെ നിലവിലുള്ള ഭർത്താവ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഗുണ്ടയാണ്, 6 വർഷമായിട്ട് ഗുണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ കണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? പുള്ളിക്കാരൻ പാവമാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ ഗുണ്ടയാന്നിങ്ങനെ ഒരു യൂട്യൂബിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കണ്ട് ഒരാൾ പറഞ്ഞിട്ടല്ലേ ഇത് പിടിച്ചോണ്ട് പോകുന്നത് അങ്ങോട്ട്. എനിക്കിതുവരെയും തോന്നിയിട്ടില്ല, ഗുണ്ടയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അമ്മമാരോടൊക്കെ നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ എൻ്റെ കൂടെ അടുക്കളയിൽ വന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഗുണ്ടയാന്ന് യൂട്യൂബിനകത്ത് നമ്മൾ ഈ യൂട്യൂബിനകത്തൊക്കെ ഇത് കാണുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നോടൊപ്പം ഇവിടെ ജോലിയില്ലായിരിക്കും. അടുക്കളയിൽ പാചകത്തിനൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മരുമോന്, എൻ്റെ മോള്, ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം അടുക്കളയിൽ കയറുന്നത് ഞങ്ങളെല്ലാവരും കൂടെ. ഇപ്പം വെച്ചാൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മളൊരു അഭിമുഖത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹമാണ് ഫോൺ എടുത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മീഡിയയ്ക്ക് മുന്നിലൊന്നും വരില്ല, എനിക്ക് എൻ്റെ പ്രൊമോഷനൊന്നും എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. യഥാർത്ഥത്തിൽ പുള്ളീനെ ഇങ്ങനെ കാണുന്നില്ല, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? പുള്ളിക്കാരൻ അങ്ങനെ ഈ പബ്ലിസിറ്റി ഇഷ്ടമല്ല. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ അമ്മമാരുടെ ഫംഗ്ഷനൊക്കെ പുള്ളിക്കാരൻ ആ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മോൻ്റെയും മരുമോളുടെയും ഒക്കെ ചാനലിലും പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കാറുണ്ട്. അത് പിന്നെ പുള്ളിക്കാരൻ മുന്നോട്ട് വരുന്ന ഇഷ്ടമല്ല. പുള്ളിക്കാരന് ജോലിയാണ് മെയിനായിട്ട്. ജോലി, സ്വന്തം കഷ്ടപ്പെട്ട് ജീവിക്കണം, സ്വന്തമായിട്ട് ജോലി. രാവിലെ ജോലിക്ക് ഇന്നും ജോലിക്ക് പോയേക്കോ. ഇപ്പം മോൻ്റെയും മരുമോളുടെയും സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന വിഷയമായതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ അതിനകത്ത് കിടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു സംശയം ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി, അപ്പോൾ ഇവിടെ അനാഥാലയത്തിൽ നിങ്ങളുടെ അന്തേവാസിയായിട്ടുള്ള കുട്ടി 18 വയസ്സ് പൂർത്തിയായി വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്തായിരിക്കും? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ 18 വയസ്സ്, ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ഞാൻ 2 കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളുടെയും കാര്യം 18 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ആദ്യം കല്യാണം കഴിച്ച മോള്, അവൾക്ക് എങ്ങും അവളെ ഏറ്റെടുത്തുകൊണ്ട് പോകാൻ ആരുമില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ നിൽക്കുക, എന്നെ വിടല്ലേ, ആഫ്റ്റർ കെയറിലോട്ടൊന്നും എന്നെ വിടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അവൾക്ക്. ഞാൻ അങ്ങനെ CWC സംസാരിച്ച്, അന്നേരം സംസാരിച്ചില്ല, ഇവിടെ ജോലിക്കായിട്ട് അങ്ങ് നിർത്തി അവളെ. ജോലിക്കായിട്ടല്ല, എൻ്റെ മോളായിട്ട് ആദ്യം ഇവിടെ അങ്ങ് നിർത്താം എന്നും പറഞ്ഞ് നിർത്തി. ഒരാലോചന വന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ രശ്മി ചേച്ചി ആലോചനയായിട്ട് വന്ന്. അന്നേരം ഞാൻ CWC അറിയിച്ചു, ഇതേപോലെ ഒരു ആലോചന വന്നിട്ടുണ്ട് സാറേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, അവൾക്കും ഇഷ്ടപ്പെട്ട്, എന്തോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ ആ കുഞ്ഞിന് ഇഷ്ടം വന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു വിട്, ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നേക്കാട്ടും നല്ലതല്ലേ കല്യാണം കഴിച്ചു വിടുന്നത്. അങ്ങനെ സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, CWC, അവർക്ക് ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സബ് ജഡ്ജ് എല്ലാവരും അറിഞ്ഞിട്ടാണ് ആ വിവാഹം കഴിച്ചത്. ഞാൻ എന്നും കൊണ്ട് ഈ അപേക്ഷയൊന്നും കൊടുത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു യൂട്യൂബിനകത്ത് ഞാൻ കണ്ടു, ഇതേപോലെ അവിടുന്ന് അനുവാദം വാങ്ങിക്കണം, ഇവിടുന്ന് അനുവാദം വാങ്ങിക്കണം. എത്രയോ പേര് ഈ നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കൂടുതൽ കുട്ടികൾ നിൽക്കുന്ന അഞ്ചാലുംകൂടെ ആഫ്റ്റർ കെയറിൽ, അവിടെ ചെന്ന് എത്ര കുഞ്ഞുങ്ങൾ അവിടുന്ന് ഒളിച്ചോടി പോകുന്നു ഓരോരുത്തരുടെ കൂടെ. അപ്പൊ അതിനൊന്നും ഇതില്ലേ, കല്യാണത്തിനൊന്നും അദ്ദേഹം പറയുന്നത് ജില്ലാ കളക്ടറുടെ വരെ സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വിവാഹം നടത്താൻ പാടുള്ളൂ. പുള്ളിക്കാരന് വിവരമില്ലാതെ പറയുന്നതാ. 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തോ ചെയ്യണമെന്ന് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഈ അനാഥ അല്ലെങ്കിൽ ആരും ഇല്ലാത്തത് ആ ഒരു ഇത് ഇല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ അതൊരു മുതിർന്ന ഒരാളായിട്ടാ നിയമം കാണുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കല്യാണം വേണോ അല്ലെങ്കിൽ ജോലിക്ക് കയറണോ അല്ലെങ്കിൽ പഠിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടി തന്നെയാണ്. എന്റെ ഇതിലതാ എന്ന് വെച്ചാൽ എന്റെ മോന്റെ ആലോചന, എന്റെ മോൻ കല്യാണം കഴിക്കുന്ന ആ ഇത് വന്നപ്പോഴും അതേപോലെ ഞാൻ ചിന്തിച്ചത്. നേരെ ഞാൻ CWC ചെയർമാനോട് പോയി സംസാരിച്ചു, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിനോട് സംസാരിച്ചു. അവര് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വനിതാ ശിശു വികസന വകുപ്പ് എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചത്. MLA ഉൾപ്പെടെ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചത്. ആദ്യം ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, കുഞ്ഞിന് 18 വയസ്സ് തികഞ്ഞതാണോ എന്ന്. എന്നിട്ട് ഇന്നലെ പറയുന്ന കേട്ട് എൻ്റെ മോൻ്റെ കല്യാണത്തിന് വാല്യൂ ഇല്ലെന്ന്. എന്നാൽ പുള്ളിക്കാരൻ പോയി കല്യാണം റദ്ദ് ചെയ്യട്ടെ, ആ പുള്ളിക്കാരൻ അത് ചെയ്യട്ടെ. അല്ല, ഈ യൂട്യൂബിനകത്തെ ചുമ്മാ ഇരുന്ന് അത് അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം പറയുക റേഷൻ കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുമെന്ന്. വിവരമില്ല, സത്യത്തിൽ വിവരമില്ല കേട്ടോ. റേഷൻ സപ്ലൈ ഓഫീസിൽ പോയി പറഞ്ഞെന്ന് ഇവിടെ 2ാമത്തെ സ്ഥാനം, റേഷനരി കിട്ടുന്നില്ല, 2ാമത്തെ സ്ഥാനം എനിക്കാന്ന്. എനിക്ക് 3 വർഷത്തോളമായി, എനിക്ക് 2.5 വർഷത്തോളമായി എനിക്ക് റേഷനരി കിട്ടിയിട്ട് സപ്ലൈ ഓഫീസിൽ നിന്ന്. എനിക്കല്ല, സ്ഥാപനത്തിന് കിട്ടിയിട്ട് 2.5 വർഷത്തോളമായി. ആ പുള്ളിക്കാരൻ പറയുക എനിക്ക് ഇവിടെ സ്ഥിരമായിട്ട് റേഷനരി കിട്ടിക്കൊണ്ടിരിക്കുമെന്ന്. എന്തോ ഒരു വിവരക്കേടാ പറയുന്നത്. ഈ സപ്ലൈ ഓഫീസിൽ ഞാൻ ഇന്നലെ പോയപ്പോൾ തിരക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ഇവിടെ നിന്ന് അരി കിട്ടുന്നില്ല.
പിന്നെ എങ്ങനെയാ സാർ ഇത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുക ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെന്ന്. ഇപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ അനാഥാലയത്തിലോ അല്ല അനാഥ മന്ദിരത്തിലുള്ള ഒരു കുട്ടീനെ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് നമുക്കറിയില്ല, പൊതുജനങ്ങൾക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും അതിനെ ഒരു വ്യക്തമായിട്ട് താങ്കളെയും ഉദയ ഗിരിജ എന്ന് പറഞ്ഞ ആളെയും താങ്കളുടെ സ്ഥാപനത്തെയും കൃത്യമായി ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ ഇപ്പൊ താങ്കളും കണ്ടിട്ടുണ്ട്, അതിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഓർഫനേജിലുള്ള ഒരു കുട്ടി 18 വയസ്സാവുന്ന വരെയാണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ആ കുട്ടീനെ നിങ്ങൾ മറ്റൊരു എന്ന് വെച്ചാൽ ഓർഫണ ആയ കുട്ടിയാകുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും താങ്കൾ കാണുന്നു, ഇതിന്റെ മേധാവിയെ താങ്കൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് അവരുടെ സ്വത്ത് വിവരങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വിവാഹം കഴിക്കാൻ വരുന്ന ആൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? എന്താണ് അതിന്റെ ഒരു രീതി? നമ്മൾ ആദ്യം ഒരു ആലോചന വന്നപ്പോൾ, എൻ്റെ ആദ്യത്തെ മോളെ കല്യാണം കഴിച്ചിട്ട് ആലോചന വന്നപ്പോഴത്തേന് സ്വത്തോ കാര്യങ്ങളോ ഒന്നും നമ്മൾ തിരക്കിയില്ല. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കാൻ പറ്റുമോ, അവൻ ജോലിക്ക് പോകുന്നവനാണോ, വീട്ടിലൊരു വിഷയം ഉണ്ടാവുമോ, എൻ്റെ കുഞ്ഞവിടെ സന്തോഷവതിയാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അങ്ങനെ നോക്കി രശ്മി ചേച്ചി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു നമ്മളെ ഒരു കല്യാണാലോചന, നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കല്യാണാലോചന വന്നാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ പരിസരത്തൊക്കെ പോയി അന്വേഷിക്കും, ചെറുക്കൻ്റെ ക്യാരക്ടർ ചെറുക്കൻ ചെലവിന് കൊടുക്കുമോ എന്നൊക്കെയല്ലേ നോക്കുന്നത് കുടുംബം. അങ്ങനെ നോക്കി ആലോചന വന്നു, ഓക്കെ ആയി, കെട്ടിച്ചു വിട്ടു. എൻ്റെ കാര്യം വന്നപ്പോഴും അതേപോലെ ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങ് എടുത്ത്, ഞാൻ ആരുടെ അനുവാദം, ആരുടെ അങ്ങനല്ല, അവര് പറഞ്ഞ പോലുള്ള രീതിയിലുള്ള അപേക്ഷ കൊടുക്കുകയോ അത് കാലതാമസം 2 മാസം അതിന് കാലതാമസം എടുക്കുകയോ അങ്ങനെ അതൊക്കെ വെറുതെയാണ്. ഒരു സ്ഥാപനമല്ല ഈ ഞാൻ മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ചു വിട്ടത് വൈറലായെങ്കിലും എല്ലാ സ്ഥാപനത്തിലും, മിക്കവാറും ഉള്ള എല്ലാ സ്ഥാപനത്തിലും പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വിട്ടിട്ടുണ്ട്. ഗാന്ധി ഭവൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സ്ഥാപനത്തിലും, കലൈപുരത്ത് ശരിക്കും വിവാഹം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനത്തിലും, ചിൽഡ്രൻസ് ഹോമിലും എല്ലാം കുട്ടികളെ വിവാഹം കഴിച്ചു വിടുന്നുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നല്ല സംരക്ഷിക്കുമോ എന്ന് നോക്കി മാത്രമാണ് അവർ കെട്ടിച്ചു വിടുന്നത്. അതല്ലാതെ നമ്മൾ മുതൽ വാങ്ങിച്ചിട്ടോ മുതൽ കൊടുത്തിട്ടോ ഒന്നുമല്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയത്തില്ല. ഞാൻ 2 പേരെ കല്യാണം കഴിച്ചു വിട്ട് CWCയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട്, എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞാൽ നിയമം പറയുന്നത് കുട്ടി മുതിർന്ന ഒരു കുട്ടിയായെന്നാ, പിന്നെ അവളുടെ കാര്യം അവളാണ് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നത്. താങ്കൾ ഇതിന്റെ നിയമവശങ്ങളൊക്കെ നോക്കിയിരുന്നോ? കൺഫ്യൂഷൻ കൊണ്ട് ചോദിക്കുന്നതാണ്. അല്ല, നിയമവശങ്ങൾ നോക്കി. ഇപ്പൊ ആദ്യത്തെ ആലോചന എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം CWC ചെയർമാനോടാ ചോദിച്ചത്, ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു നല്ല ആലോചനയാണെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ കല്യാണത്തിന് എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ചൈൽഡ് ലൈൻ എന്ന് വേണ്ട നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ ആള് വന്നിട്ട്, കളക്ടറിനെ വിളിച്ചു, പക്ഷെ പുള്ളിക്കാരൻ വന്നില്ല, തിരക്കായതുകൊണ്ട് വന്നില്ല. 2 കല്യാണത്തിന് വിളിച്ചു വന്നില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അത്രേ ആൾക്കാർ പൊട്ടരാണോ ഈ വന്നവരെല്ലാം? ഈ യൂട്യൂബറുകാരന് മാത്രമേ ഉള്ളൂ വിവരം. ഇത്രയും പേര് വന്ന് നിന്നിട്ടാണ് ഈ CWC ചെയർ. എൻ്റെ ആദ്യത്തെ എൻ്റെ മോളെ കൈപിടിച്ചു കൊടുത്തത് ചിറ്റയും സാറാ കല്യാണം നടത്തി കൊടുത്തത്. രണ്ടാമത് എൻ്റെ മോളെ കല്യാണം കഴിച്ചു വിട്ടത് CWC ചെയർമാന് മുന്നിൽ നിന്ന് ചിറ്റേ സാറും ഉണ്ടായിരുന്നു. ഇത്രയും പേരെ മണ്ടരാക്കിക്കൊണ്ടാണോ കല്യാണം നടത്തുന്നത്? ഇത്രയും പേര് വന്നിട്ട് ഈ യൂട്യൂബറുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് വാല്യൂ ഇല്ലെന്ന്. എന്നാൽ പിന്നെ പുള്ളിക്കാരൻ ആ 2 കല്യാണം റദ്ദ് ചെയ്യട്ടെ, പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യട്ടെ. അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം കണ്ടുപിടിച്ച് അത് തെറ്റായെന്ന് കണ്ടാൽ നിയമപരമായിട്ട് പോയി അത് കട്ട് ചെയ്യുക ചെയ്യേണ്ടത്, കേസ് കൊടുപ്പിക്കുക വേണ്ടേ. അതല്ലാതെ നമ്മൾ ഒരു യൂട്യൂബിനകത്ത് ഒരു റൂമിനകത്ത് ഇരുന്ന് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, അതല്ല അതിൻ്റെ മാന്യത. അതല്ല, അത് വെറുതെ റീച്ചിന് വേണ്ടിയിട്ടും നമുക്ക് പബ്ലിസിറ്റി ചെയ്യാനും അതിലുപരി പൈസ കിട്ടാനും കൊണ്ട് ചെയ്യുന്നത് മൊത്തം. ഈ എൻ്റെ വിഷയം ഇത്രയും വന്നത് ജീവമാത ഇത്രയും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ജീവമാതയുടെ ഒരു പോസ്റ്റ് കണ്ടാൽ അത് അന്നേരം അത് വൈറലാവുക, റീച്ച് കൂട്ടുക. എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു യൂട്യൂബിനകത്തുനിന്ന് ഇത്രയും ഒരു വരുമാനം കിട്ടുമെന്ന് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയുന്ന വെച്ചാൽ എൻ്റെ മോൻ്റെ അക്കൗണ്ട് നോക്കിയാൽ എൻ്റെ മോന് വന്ന പൈസ, എല്ലാവരും പറയുന്നത് എൻ്റെ മോൻ എന്തോ ജോലി, എൻ്റെ മോൻ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, അവർക്ക് നല്ല വരുമാനം. എനിക്ക് തോന്നുന്നു നല്ല ഗൾഫിൽ പോയാൽ പോലും ഇത്ര വരുമാനം കിട്ടത്തില്ല. അതേപോലെ യൂട്യൂബിൽ നിന്ന് എൻ്റെ മോന് വരുമാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ കണക്ക് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് വല്ലവൻ്റെയും എന്തോ അല്ലേ. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോ ആങ്ങളെ ചത്താലും നാത്തുവിൻ്റെ കണ്ണുനീര് കാണണമെന്നോ അങ്ങനെ അങ്ങാണ്ട് പറയുന്ന പോലെ ഒരു സ്ഥാപനം നാറ്റിച്ചിട്ട് പുള്ളിക്കാരൻ റീച്ച് ഉണ്ടാക്കുക. പുള്ളിക്കാരൻ എന്തോ കിട്ടുന്നു, അതിന്റെ സംതൃപ്തി എന്തോ, എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. മെനിഞ്ഞാന്നും കൂടി ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പിന്മാറി, അവർക്ക് ഏകദേശമൊക്കെ എല്ലാം മനസ്സിലായി. കുറെ ആൾക്കാർക്ക് ഏകദേശം സത്യസന്ധത എല്ലാം മനസ്സിലായി.
അവരെല്ലാം അങ്ങ് പുറമോട്ട് മാറി. 2-3 പേര് നമ്മളെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുക, എങ്ങനെയും പ്രശ്നം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ. ഇതിനകത്തൊരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾക്ക് പോയി കാണാൻ എൻ്റെ അമ്മമാർ അവിടെ ഉണ്ട്, അമ്മമാരുടെ വീഡിയോ ആണെങ്കിൽ എടുക്കാൻ എൻ്റെ അമ്മമാർ അവിടെ ഉണ്ട്. ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളുടെ സ്ഥാപനത്തിനകത്തില്ല. പക്ഷെ ഉള്ളത് മൊത്തം യൂട്യൂബിനകത്താ പ്രശ്നങ്ങൾ മൊത്തം. മറ്റൊരു കാര്യം ചോദിച്ചാൽ ഇവിടെയുള്ള ഇതുപോലുള്ള അനാഥ മന്ദിരം താങ്കൾ തന്നെ കുറച്ച് പേരുകൾ പറഞ്ഞു, അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വഴിയാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനവും നടത്തുന്നത്. അവർക്ക് തോന്നുന്ന പോലെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്നുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നിൽ കൂടുതൽ അനാഥ മന്ദിരങ്ങളുണ്ട്. ജീവമതകാരുണ്യ ഭവൻ പോലെ, എനിക്കറിയില്ല, യൂട്യൂബിൽ വന്ന ഇതാണ്, ബാക്കിയുള്ളതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ മന്ദിരങ്ങൾ ചേർന്നിട്ടുള്ള നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് വഴിയാണ് നിങ്ങളുടെ സംഘടിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതും ആളുകളെ സ്വരുക്കൂട്ടുന്നതും എന്നൊക്കെ ഉള്ള അതെല്ലാം തെറ്റാ. ഓരോ സ്ഥാപനവും ഓരോ സ്ഥാപനത്തിന്റെ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്. ഞങ്ങളുടെ മാസത്തിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ മീറ്റിംഗും ഉണ്ട്, അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്. അത് രണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ഒന്നും കൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ അവരും കൂടെ ഇടപെടും. നമുക്കൊരു സങ്കടം ഉണ്ടായാൽ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു, അസോസിയേഷനകത്തുള്ള എല്ലാവരും വന്നായിരുന്നു. അവർ വന്ന് ഇടപെട്ടേന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മളെ വന്ന് സഹായിച്ച് നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് ഞങ്ങൾക്ക് ഒരു ചാക്കരിയും കുറേ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നായിരുന്നു അസോസിയേഷനകത്തുനിന്ന്. അല്ലാതെ നമുക്കല്ലാതെ ഗ്രൂപ്പായിട്ടില്ല. അതിനകത്തൊക്കെയാണ് വരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു, തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ സ്ഥാപനം നടന്നുകൊണ്ട് ഇവിടുത്തെ അമ്മമാർ നടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് വഴിയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശക്തമായി വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളെയും പിന്തിരിയുന്ന അവസ്ഥകളിലേക്ക് മാറിയിട്ടുണ്ടോ? മാറി. ഞങ്ങൾക്ക് ഓണത്തിന് പോലും നേരത്തെ ഇഷ്ടംപോലെ അന്നദാനം ബുക്ക് ചെയ്ത, ഓണത്തിന് എല്ലാ ദിവസവും ബുക്കിംഗ് ഫുള്ളായിരുന്നു. അത് മൊത്തം മാറ്റി. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിൽ നാളെ 14-ാം തീയതി ഒരു അന്നദാനം ഉണ്ട്, 14-ാം തീയതി. അല്ലാതെ ഈ മാസം വേറെ അന്നദാനം ഇല്ല. അടുത്ത മാസം സെപ്റ്റംബർ മാസം ഒരു ദിവസം പോലും നമുക്ക് അന്നദാനം ബുക്കിംഗ് ഇല്ല. തിരുവോണത്തിന് പോലും നമുക്കൊരാൾ അന്നദാനം ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം അത്രയും നമുക്ക് ഒരു വിഷമഘട്ടത്തിലൂടെ എന്ന് വെച്ചാൽ ഈ യൂട്യൂബിനകത്ത് വന്ന അനാവശ്യ കാര്യങ്ങൾ. മെയിനായിട്ട് എൻ്റെ സ്പോൺസർമാർക്ക് വിഷമം ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിനെ എൻ്റെ കാമുകൻ കുത്തിക്കൊന്നു. അത് ഒരു സുറുമി എന്ന് പറയുന്ന ഒരുത്തിയാ, അത് വീട്ടിൻ്റെ അടുത്തുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ പേര് വിജിലൻ്റ് എന്നാണ്, വീട്ടിൽ വിളിക്കുന്ന രാജേഷ്, ഒഫീഷ്യൽ നെയിം വിജിലൻ്റ് എന്ന്. പുള്ളിക്കാരി പറഞ്ഞ അനിലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂട്യൂബിനകത്ത് ഇട്ട്. എൻ്റെ ഭർത്താവിൻ്റെ പേര് പോലും എന്തുവാണെന്ന് അവൾക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പേരറിയാത്ത ഒരാൾ എങ്ങനെ മരണകാരണം ശരിക്കും പറയുന്നത്? കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പത്രസമ്മേളനം നടത്തിയപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ അമ്മ വന്നായിരുന്നു. അമ്മ വന്നു, അണ്ണൻ എങ്ങനെയാ മരിച്ചതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഉടനെ അതിനകത്തുള്ള കമന്റ് കണ്ടാൽ അറിയാം അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാ എന്നും പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ ദിവസം അതേപോലെ വേറൊരു ചാനലുകാർ വന്നപ്പം അവിടെ അമ്മയുണ്ടായിരുന്നു, അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അന്നേരം ഞാൻ പറഞ്ഞു, അണ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വന്നിട്ടുണ്ട്, അമ്മ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും അമ്മ അന്നേരം മൊത്തം സംസാരിച്ചു. അപ്പോഴും ഈ കമന്റ് ഇടുന്നവരെന്ന് വെച്ചാൽ കമന്റ് ഇടുന്നവർ പറയുക, ആ അമ്മ മോൻ്റെ കാര്യം കള്ളം പറഞ്ഞതാ, ഞാൻ പൈസ കൊടുത്ത് പറയിക്കുക. ഒരു മോൻ്റെ കാര്യം ഏതെങ്കിലും ഒരു അമ്മ കള്ളം പറയുമോ? മരുമോക്ക് സൈഡ് ആരേലും നിൽക്കുമോ? ഇനി കോടിക്കണക്കിന് രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും മോനെ കൊന്ന ഒരുത്തിയുടെ കൂടെ അമ്മായിമ്മ നിൽക്കുമോ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമെന്ന് വെച്ചാൽ അണ്ണൻ മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പം വിളിച്ചാലും എൻ്റെ അമ്മ ഓടി വരും, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. അത്രയ്ക്ക് കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അവരെന്നിട്ട് അമ്മ ഒരു കാര്യം പറഞ്ഞ് അവൻ മരിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കിയില്ലയോ, അതുകൊണ്ടാണ് എനിക്ക് ഇവളോട് സ്നേഹമെന്ന്. അപ്പം അതിനകത്ത് കുറേ കമന്റ് വന്നേക്കുന്നത്, എന്തോ ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് കൊച്ചുങ്ങളെ നോക്കത്തില്ലയോ. ഈ കൊച്ചുങ്ങൾ രണ്ട് പിള്ളേരെ ഇട്ടിട്ട് കാമുകന്റെ കൂടെ പോയി സ്ഥാപനം തുടങ്ങി വിജയിച്ചവരും ഉണ്ട്. മക്കളെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് 2 കുടുംബം തകർത്തിട്ട് 2 പേര് വന്ന് പുതിയതായിട്ട് സ്ഥാപനം ഇട്ട് വിജയിച്ചവരൊക്കെ നല്ലവര്. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലത്. സ്ഥാപനക്കാര് അങ്ങനെയൊക്കെ ഈ സ്ഥാപനം നടത്തുന്ന 3-4 പേരെ എനിക്കറിയാം. അവരൊന്നും അവരുടെ സ്വന്തം ഭാര്യയുടെ ഭർത്താവിന്റെ കൂടെ അല്ല താമസിക്കുന്നത്. അവരൊക്കെ നല്ലവര്. മക്കളെ കൊച്ചു പിള്ളേരെ വരെയും കളഞ്ഞിട്ട് പോയി സ്ഥാപനം വിട്ടവരെല്ലാം നല്ലവര്. ഞാൻ എൻ്റെ മക്കളെ ആ ഒരു സമയത്ത്, അണ്ണൻ മരിച്ച ആ സമയത്ത് എൻ്റെ മക്കളെ കൂടെ നിർത്തി, ഇത്രയും കുഞ്ഞുങ്ങളെ കൂടെ നിർത്തി, ഇത്രയും അമ്മമാരെ കൂടെ നിർത്തി, ഒറ്റയ്ക്ക് ഇത്രയും ചെയ്തു വന്ന ഞാൻ ചീത്തക്കാരി, മോശക്കാരിയായി. ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടായി എന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആരുടെയും മുഖത്ത് നോക്കി പറയും ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ലോകം മൊത്തം എന്നെ മോശക്കാരിയായിട്ട് കണ്ടു.
താങ്കൾക്ക് ഉന്നത വ്യക്തികളുമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്, അതല്ലെങ്കിൽ താങ്കളൊരു ദുർനടപ്പുകാരിയാണ്, അതിലൂടെ ഞാൻ മുൻകൂട്ടി പെൺവാണിഭ സംഘം നടത്തുന്ന ആളാണ്, ഇങ്ങനെയുള്ള ഒരു ലോഡ് ആരോപണം, ഒരു സ്ത്രീ ആക്രമിക്കാവുന്നതിന്റെ മാക്സിമത്തിൽ താങ്കൾ ആക്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്താണ് തോന്നുന്നത്? ശരി, അത് അവരീ പറയുന്നത് അവരൊക്കെ എനിക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് അവരീ പറയുന്നത്. അതിന് ഒരു കാരണം ഞാൻ പറയാം. നമ്മള് ജെന്യുവിൻ ആണെങ്കിൽ നമ്മള് ഒരു അസമയത്ത് ഒരാൾ വിളിച്ചാൽ, ഞാൻ ആരാന്ന് പറഞ്ഞാലും അസമയത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വഴക്ക് പറയും, അല്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് ഫോൺ എടുപ്പിക്കും, എൻ്റെ മോളെ കൊണ്ട് ഫോൺ എടുപ്പിക്കും. ഒരു സ്പോൺസറിനെയോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഉന്നത ഇപ്പം ആരായാലും, ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ, MLA അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ. എന്നെ വിളിച്ചാൽ ഞാൻ വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ആരെയും അല്ലാത്ത രീതിയിൽ ഞാൻ ആരെയും നോക്കിയിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ നിന്ന് കൊടുക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജെന്യുവിൻ ആയതുകൊണ്ട് എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമാണ്. അത് ആരായാലും, പെണ്ണായാലും ആണായാലും എൻ്റെ അടുത്ത് നല്ല സഹകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ല സ്നേഹം ഉണ്ടാകും. ഉടനെ അത് വേറൊരു അർത്ഥത്തിലല്ല. പക്ഷെ ചില കണ്ണി കാണുമ്പോൾ, ചിലവർക്ക് ചില കണ്ണി കൂടെ കാണുമ്പോൾ അങ്ങനെ തോന്നും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 16 വർഷം മുന്നേ, എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്. 14 വർഷം മുന്നേ ആകുമ്പോൾ എൻ്റെ പ്രായം നോക്കണം. ഭർത്താവില്ലാതെ ഞാൻ ഈ തേപ്പ് പറയില്ല, എൻ്റെ ആരുമില്ല ഈ തേപ്പ് പറ, എനിക്കൊരു ബന്ധവും സ്വന്തം ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നവളെ ഇവിടെ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഒരു പെണ്ണ് ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം തരണം ചെയ്ത് കാണും ഞാൻ. എൻ്റെ ഒന്ന് അവസ്ഥ ചിന്തിച്ചു നോക്കി. എൻ്റെ ഇപ്പൊ എനിക്ക് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കാൻ എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ മരുമോനുണ്ട്, എൻ്റെ മോനുണ്ട്, എൻ്റെ ചുറ്റിനും ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ 16 വർഷം മുന്നേ ഈ തേപ്പുറ വന്ന സമയത്ത് എനിക്ക് ആരുമില്ല. ഈ 2 കുഞ്ഞുങ്ങളും പ്രായമായിട്ടുള്ള കുറെ അമ്മമാരും കുറെ അച്ഛന്മാരും കുറച്ച് കുഞ്ഞുങ്ങളുമേ ഉള്ളായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത്. ഒറ്റയ്ക്ക് കയറി വന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ പുറകെ നടന്നവരൊക്കെ ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിധവകളായിട്ട് ജീവിക്കുന്നവർക്കറിയാം, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് ജീവിക്കുന്നവർക്കറിയാം ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വിഷമം. അത്രയും ഞാൻ കഷ്ടപ്പെട്ട് അന്ന് ഞാൻ വഴക്ക് പറഞ്ഞവര് ഇപ്പൊ എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചു വന്ന് എന്നെ മോശം പറയുന്നവരുണ്ട്. മനസ്സിലായോ? അന്ന് നിസാരം ചെറിയൊരു ഉദാഹരണം പറയാം. 2014 ഞാൻ തേപ്പുറ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത്. തേപ്പുറ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നമ്മൾ വാടക വീടാ, ഒരു പഴഞ്ചനൊരു വീടാ. അതെല്ലാം വൃത്തിയാക്കി അത്രയും ഭംഗിയാക്കി ഞാൻ അവിടെ സ്ഥാപനം ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ ആ വീടിന്റെ ഓണർ മദ്യപിച്ചിട്ട്, പുള്ളിക്കാരൻ തൊടുവക്കാടുള്ളതാ, സാമി എന്നാ പറയുന്നത്, എല്ലാവർക്കും അറിയാം, മദ്യപിക്കും അയാൾ. പുള്ളിക്കാരൻ വന്ന് സന്ധ്യ സമയത്ത് സ്ഥാപനത്തിൽ വന്നിരിക്കുമായിരുന്നു, രാത്രി ആയാലും പോത്തില്ലായിരുന്നു. 2015 ആ സമയത്തൊക്കെ അവിടെ വന്നിരിക്കുമ്പോൾ പോത്തില്ലായിരുന്നു. അങ്ങനെ ഞാനുമായിട്ട് വഴക്കായി, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട് അല്ലെങ്കിൽ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അഡ്വർടൈസിന് കേസ് കൊടുത്തു. പക്ഷെ വൃത്തിയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ മദ്യപിച്ചിട്ട് വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടങ്ങ് ഇരിക്കുമായിരുന്നു. അങ്ങനെ അഡ്വർടൈസിന് കേസായിട്ട് ഞാൻ പറഞ്ഞു 2016 നമ്മുടെ ഇവിടെ ബിൽഡിങ് 2 മാസം സമയം കൂടെ വേണം, അപ്പോഴത്തേന് എൻ്റെ ഒരു ഹാള് പണിഞ്ഞു തീരും, അപ്പോൾ അമ്മമാരെ ഞാൻ അങ്ങോട്ട് മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ച് പറഞ്ഞു വിട്ട് അന്ന് ആ പറഞ്ഞതിൻ്റെ ദേഷ്യം, അന്ന് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിൻ്റെ അതിൻ്റെ ദേഷ്യം അവർ തീർത്തത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വന്നപ്പം അതിനകത്ത് പുള്ളിക്കാരൻ്റെ ഭാര്യ ഈ കുടുംബശ്രീയുടെ ഈ വേസ്റ്റ് എടുക്കാനോ എഴുതാനോ ഒക്കെ എപ്പോഴും വരുന്നതാ ഇവിടെ സുനന്ദ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഒരു 2 ആഴ്ചക്ക് മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ പുള്ളിക്കാരി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ചായയൊക്കെ കുടിച്ചു, അവിടെ ചെന്നിട്ട് കാപ്പിയൊക്കെ തന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ സുനന്ദ എന്ന് പറയുന്ന അവരൊരു ദിവസം വാടകയ്ക്ക് അവിടെ നിന്ന സമയത്ത് സ്ഥാപനത്തിൽ പോയപ്പോൾ എൻ്റെ ഒരു ബന്ധു അവിടുത്തെ ഒരു അമ്മയെ റേപ്പ് ചെയ്യുന്നെന്ന് കണ്ടെന്ന്. 2015 അവരത് കണ്ടെന്ന് പറഞ്ഞത് എപ്പോഴാണ്? 2025. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം കുത്താൻ കിട്ടിയ ഒരു അവസരം എന്തേലും പറഞ്ഞ് നാറ്റിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു. റോഡിലോട്ട് ഇറങ്ങി 10 പേരെ വിളിക്കത്തില്ല. അവരുടെ അനിയൻ പഞ്ചായത്ത് പ്രസിഡന്റാ, ഏഴംകുളം പഞ്ചായത്ത് പ്രസിഡന്റാ. അപ്പൊ അന്ന് ആ പുള്ളിക്കാരനോട് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ? അല്ലെങ്കിൽ അവര് അന്ന് സ്റ്റേഷനിൽ പോയി എഴുതി വെച്ചപ്പോ ആ സ്റ്റേഷനിൽ അവർ പറയണ്ടേ ഞാൻ ചെന്നപ്പോ ഇങ്ങനെ ഒരു കാഴ്ച അവിടെ കണ്ടെന്ന്. അന്നേരം ഒന്നും അവര് മിണ്ടാതിരുന്നിട്ട് അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാര് ഇത് പറയുന്നത് 10 വർഷം മുന്നേ ഒരാളെ റേപ്പ് ചെയ്യുന്ന കണ്ട്, എന്നിട്ട് ഇപ്പോഴാ അവർക്ക് ധൈര്യം വന്നേ. ചോദിക്കുമ്പോ എന്നെ പേടിയാന്ന്. ഞാൻ അന്ന് ഒരു ആൺതുണയില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ കുഞ്ഞുങ്ങൾ ആ സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ, എന്ന് വെച്ചാല് നമുക്ക് ഒരാണ് നമ്മളോട് സംസാരിച്ചാൽ തിരിച്ചൊന്ന് ചോദിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഒന്നാമത് മാനസികമായിട്ട് അണ്ണൻ മരിച്ച് അങ്ങനെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയം, ആരുമില്ല, കൂട്ടിനാരുമില്ല. ആ സമയത്ത് എന്നെ പേടിയായിരുന്നെന്ന്. മനസ്സിലായോ? അപ്പൊ അത് തന്നെ ഒരു കള്ളത്തരവാ. അങ്ങനെയാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇല്ലാത്തത്. നമുക്ക്
ഓരോരോ പ്രശ്നങ്ങൾ ഓരോന്നില്ലായ്മ പെൺവാണിഭവം അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ചുമ്മാ വന്ന് നമ്മളെ കുത്താൻ കിട്ടുന്ന ഒരു സമയം. അതേപോലെ വേറൊരു അജി വിളവിനാൽ എന്ന് പറയുന്നത്, അവനെ ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളതാ. പുള്ളിക്കാരി ഇവിടെ വന്ന് എന്തുവാ ഈ തേപ്പുപാറ എന്താ നല്ല മണ്ണാന്നോ വെള്ളം അടിച്ചിട്ടാ, റെജി തേപ്പുപാറയില് എന്തുവാ അവരുടെ പൂർവികർ ഉണ്ടാക്കിയ മണ്ണാന്നോ എനിക്കറിയത്തില്ല എന്തൊക്കെയാ കുടിച്ചിട്ട് ഒരു യൂട്യൂബിനകത്ത് പറഞ്ഞു. ആ പുള്ളിക്കാരെ എൻ്റെ അടുത്ത് അനാവശ്യം പറഞ്ഞതിന് ഞാൻ ചീത്ത വിളിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കൊരു അവസരം കിട്ടിയപ്പോ അവരെല്ലാം അത് തിരിച്ച് അങ്ങനെയുള്ളവരെ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി എന്ന് എനിക്കറിയത്തില്ല. അത് ഇവിടെ ഉള്ളതല്ല, ഇവിടെ തേപ്പുപാറ കൊടുമണ്ണുള്ള പുള്ളിക്കാരൻ വരെ വന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇതുപോലെയുള്ള നിരവധി ആരോപണങ്ങളുണ്ട്. പക്ഷെ ആ ആദ്യ ഭർത്താവ് മരിച്ച കാര്യം പറയുന്നു, അദ്ദേഹം മരിച്ച കാര്യം. ആ കേസൊക്കെ എന്തായി പിന്നീട്? അണ്ണൻ മരിച്ചത് അത് അന്നേ അത് അണ്ണൻ ഒരു അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ പുന്നല ജംഗ്ഷനിൽ വെച്ച ഈ അണ്ണനെ അതെന്ന് വെച്ചാല് അണ്ണൻ പത്തനാപുരത്തുനിന്ന് അന്ന് പുന്നല ഈ ജീപ്പ് സർവീസേ ഉള്ളൂ, ബസ് അങ്ങനെയില്ല, ജീപ്പ് സർവീസ്. അപ്പൊ അണ്ണൻ ഇങ്ങനെ ജീപ്പിനകത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുമായിരുന്നു. അപ്പൊ അണ്ണൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവർ അകത്തിരുന്ന് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആട് അകത്തിരുന്ന് അയാളുടെ മടിയിലോട്ട് കവർ വെച്ച് കവർ വെച്ച് അണ്ണൻ്റെ കൂട്ടുകാരും ഉണ്ട്, ആ വണ്ടിക്കകത്ത് അണ്ണൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ കവർ വെച്ച് അന്നേരം മുതൽ പുള്ളിക്കാരൻ വെള്ളമായിരുന്നു. അന്നേരം മുതൽ ഇവർ രണ്ടുപേരും കൂടെ പ്രശ്നമായി. കവർ എടുത്ത് ആദ്യം റോഡിലിട്ട് അത് അണ്ണ എടുത്ത് പിന്നെയും മടിയിൽ തന്നെ വെച്ച് അങ്ങനെ വിഷയമായി. പുന്നല ജംഗ്ഷനിൽ വന്ന് വിഷയം അങ്ങ് മൂത്ത് പിടിച്ചതള്ളായി, അടിയും വഴുക്കുമായപ്പോഴത്തേന് ആ പുള്ളിക്കാരൻ്റെ മോൻ അവിടെ കണ്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ കത്തി കൊണ്ടുവന്ന് കുത്തിയതാ, കത്തി ഒടിഞ്ഞ് നെഞ്ചത്തിരുന്ന് അങ്ങനെ അണ്ണ ബ്ലഡ് ശരിക്കും അങ്ങ് പോയി. അങ്ങനെ അവിടെ കിടന്നാ മരിച്ചത്. അപ്പൊ അങ്ങനെ ആ സംഭവം ഉണ്ടായി. പക്ഷെ ആ സംഭവം ഉണ്ടായിട്ടും കോടതി വന്ന് സാക്ഷി പറയാൻ ആരും ഇല്ലായിരുന്നു. ആരും കണ്ടതായിട്ട് ആരും സാക്ഷി പറഞ്ഞില്ല. തന്നെയല്ല ആ പുള്ളിക്കാരൻ ആ കൊന്ന പുള്ളിക്കാരെ എൻ്റെ അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത്, ഒരു അനിയനും കൂടെ ഉണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. അവര് പേടിച്ചിട്ട് അവര് ആ കേസ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാ ചെയ്തത്. സാക്ഷി ആരും ഇല്ലായിരുന്നു, ആരും സാക്ഷി പറയാൻ പോയില്ല. താങ്കളെ സമയത്തൊക്കെ എവിടെയായിരുന്നു? മരണം നടത്തുന്ന സമയത്ത് ഞാൻ കുളത്തുമണ്ണിലായിരുന്നു. കുളത്തുമണ്ണിലാ 1 വർഷം സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. കുളത്തുമണി വാടക കെട്ടിടത്തില്. ആ സമയത്ത് അവിടെ ആയിരുന്നു. ഇപ്പൊ അമ്മമാര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറേയേറെ വിമർശനങ്ങൾ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഇപ്പോൾ ഇതിന്റെ വേറെ കുറെ കേസുകളൊക്കെ ഉണ്ട്. ആ കേസുകളിലൊക്കെ വിധി വരും, വാർത്തകൾ വരും. ആ സമയത്ത് ഈ ബാക്കിയുള്ള വിഷയങ്ങൾ കുത്തിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ചെറിയ കുട്ടികളെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വിഷമം കൊണ്ട് മാറ്റി. ഇനി അമ്മമാരെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ? അമ്മമാരെ മാറ്റേണ്ട ഒരു അവസ്ഥ വരുത്തില്ല. കുഞ്ഞുങ്ങളെ ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തതാ. ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ടും നമ്മുടെ അടുത്ത് സ്ഥാപനം പൂട്ടിയതല്ല. നമ്മളത് നമുക്ക് തന്നേക്കുന്ന താൽക്കാലികമായിട്ട് കുട്ടികളെ മാറ്റിയേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഓർഡർ CWC തന്നേക്കുന്നത്. നമുക്ക് സ്ഥാപനം പൂർണ്ണമായിട്ടും ഇതുവരെ ഞാൻ എഴുതി കൊടുത്തിട്ട് പോലും ഇതുവരെ പൂട്ടിയിട്ടില്ല. CWC തന്നതാ. ഇതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ, ഈ സ്ഥാപനത്തിലെ കുട്ടികളെ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ താഴെ കാണുന്ന സ്ഥാപനത്തിലോട്ട് മാറ്റുന്നേ ഉള്ളൂ. സ്ഥാപനം പൂട്ടിയതല്ല, ഉത്തരവ് ഉണ്ടാകുന്നത് വരെ കുട്ടികളെ ഇവിടുന്ന് മാറ്റിയതാ. അത് നമുക്കിത് 2-ാം തീയതി വരുന്നത്. 1-ാം തീയതി തന്നെ സ്ഥാപനം പൂട്ടണമെന്നും നിർത്തുവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. ഇനി കുട്ടികളെ വേണ്ട. പിന്നെയെന്ന് വെച്ചാൽ ഇനി ഓൾഡ് ഏജ് ഹോമുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇനിയുള്ള ഫ്യൂച്ചറിലേക്ക് ഒരിക്കൽ പോലും കുട്ടികളെ വേണ്ടെന്നാ എന്റെ തീരുമാനം. കുട്ടികളെ വേണ്ടെന്നല്ല, കുട്ടികളോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല, കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാവരെയും വിളിച്ചിരുത്തും. ഇങ്ങനെ ആഴ്ചയിലൊക്കെ ബാലസഭയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി അവർ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ട് അവർ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അവരിപ്പോൾ ഇന്നൊരു സാധനം തിന്നണമെന്ന് പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഈ മുറ്റത്തിരുന്ന് എല്ലാവരും കൂടെ റൗണ്ട് ആയിട്ടിരുന്ന് എല്ലാ ഷാർജ ആയാലും ഷവർമ ആയാലും എല്ലാ സാധനവും. കുഞ്ഞുങ്ങളിപ്പോൾ സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ CWC സാറിനെ വിളിച്ചാൽ സാറേ ഇതേപോലെ കുഞ്ഞുങ്ങളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ സാർ പറയും മെയിൽ അയച്ചേക്കാൻ പറയും. അപ്പോൾ അങ്ങനെ മെയിൽ അയച്ച് കുഞ്ഞുങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകും, കുഞ്ഞുങ്ങളെ ടൂർ കൊണ്ടുപോകും. അത് കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന്. കുഞ്ഞുങ്ങളെ ബാലസഭ കൂടുമ്പം ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ പറയും. അതിനകത്ത് കുഞ്ഞുങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. അല്ല ഞങ്ങളുടെ തീരുമാനത്തിനല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. അത്രയും കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് നോക്കിയതാണ്. പക്ഷേ ഇനിയും കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ വയ്യ. മാനസികമായിട്ട് കുഞ്ഞുങ്ങളല്ല പ്രശ്നം, കുഞ്ഞുങ്ങളുടെ വീട്ടുകാരാണ് പ്രശ്നം.